തദ്ദേശപ്പോരിൽ കേരളമൊന്നാകെ ആഞ്ഞടിച്ച് UDF കൊടുങ്കാറ്റ്. LDF കോട്ടകൾ തകർത്തെറിഞ്ഞ കോർപ്പറേഷനുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ചരിത്ര കുതിപ്പ്. ബ്ലോക്കിലും നഗരസഭകളിലും മിന്നുന്ന തിരിച്ചുവരവ്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ നിലം പരിശായ LDF. നേട്ടം കൊയ്ത് BJP. തദ്ദേശപ്പോരിൽ തലസ്ഥാനത്ത് പുതുചരിത്രം. തിരുവനന്തപുരത്ത് ചെങ്കോട്ട തകർത്ത് BJP പടയോട്ടം. LDF കുത്തകയാക്കിയ കോർപ്പറേഷനിൽ BJP കേവല ഭൂരിപക്ഷത്തിനടുത്ത്. സംസ്ഥാനത്ത് BJP കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നത് ഇതാദ്യം. ഇടത് കോട്ടകളിൽ വരെ BJPക്ക് വോട്ട് വർധന. R ശ്രീലേഖയടക്കം താര സ്ഥാനാർത്ഥികൾക്കും തിളക്കമാർന്ന വിജയം. സെമി ഫൈനൽ തൂക്കി UDF. 6-ൽ 4 കോർപ്പറേഷനുകളിലും UDF തേരോട്ടം. കൊല്ലം കോർപ്പറേഷനിൽ നേടിയത് ചരിത്ര ജയം. കൊച്ചിയിലും തൃശൂരിലും സമഗ്രാധിപത്യം. കണ്ണൂർ നിലനിർത്തി. 50-ലേറെ നഗരസഭകളിലും UDF തരംഗം. ഗ്രാമപഞ്ചായത്തുകളിൽ നടത്തിയത് അപ്രതീക്ഷിത കുതിപ്പ്. ജനവിധിയുടെ കനത്ത പ്രഹരത്തിൽ അടപടലം പൊളിഞ്ഞു വീണ് LDF. കൊല്ലം അടക്കം ശക്തിദുർഗങ്ങളിൽ അമ്പരപ്പിക്കുന്ന തിരിച്ചടി. കരുത്തോടെ കൂടെ നിന്ന ഗ്രാമപഞ്ചായത്തുകളിലും വൻ വോട്ട് ചോർച്ച. 4 ജില്ലാ പഞ്ചായത്തുകളും കൈവിട്ടു. കോഴിക്കോട് കോർപ്പറേഷനിലും കേവല ഭൂരിപക്ഷത്തിൽ എത്താനായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്തറിയിച്ച് BJP. LDFന്റെയും UDFന്റെയും ശക്തി കേന്ദ്രങ്ങളിലേക്ക് വരെ കടന്നുകയറ്റം. പാലക്കാട്, തൃപ്പൂണിത്തുറ നഗരസഭകളിലും ഭരണത്തിലേക്ക്. കോഴിക്കോട് മേയറുടെയും കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയുടെയും സീറ്റ് പിടിച്ച് BJP. പന്തളം നഗരസഭയും മുത്തോലി പഞ്ചായത്തിലും ഭരണം പോയത് തിരിച്ചടി. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചാണക്യതന്ത്രത്തിന് തകർപ്പൻ ഫലപ്രാപ്തി. വിജയ വഴി തെളിച്ചത് മുതിർന്ന നേതാക്കളുടെ അടിത്തട്ടിലെ പ്രചാരണം. വെന്നിക്കൊടിയേന്തി അംഗത്തിനിറങ്ങിയ താര സ്ഥാനാർത്ഥികൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ഫെന്നി നയനാരും ശ്രീനാദേവി കുഞ്ഞമ്മയും തോൽവി. സമ്പൂർണ്ണ വിജയത്തിൽ വർദ്ധിത വീര്യത്തോടെ UDF. ഗ്രാമ നഗര മേഖലകളിൽ നടത്തിയത് വൻ മുന്നേറ്റം. താഴെത്തട്ടിലെ കൂട്ടായ പരിശ്രമവും സ്ഥാനാർത്ഥി നിർണയ മികവും തുണച്ചു. പോളിംഗ് ദിനത്തിലെ കൈവിട്ട പരാമർശങ്ങളും ഫലത്തെ സ്വാധീനിച്ചില്ല. കെട്ടുറപ്പോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്ന ജനവിധി. ഭരണത്തുടർച്ച മോഹിക്കുന്ന ഇടത് മുന്നണിക്ക് ജനം നൽകിയത് ഷോക്ക് ട്രീറ്റ്മെന്റ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ശക്തി കേന്ദ്രങ്ങൾ മിക്കതും കൂപ്പുകുത്തി. നേരിട്ടത് 2010-ലേതിന് സമാനമായ തിരിച്ചടി. ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ജനവിധിയെ സ്വാധീനിച്ചെന്ന് വിലയിരുത്തൽ. ക്ഷേമ പെൻഷൻ വർധനയടക്കം പ്രഖ്യാപനങ്ങൾ ഏശിയില്ല. ഒഞ്ചിയത്ത് ഭരണം നിലനിർത്തി RMPയുടെ നേതൃത്വത്തിലുള്ള ജനകീയ മുന്നണി. ശക്തി കേന്ദ്രങ്ങളിൽ കാലിടറി 2020. ഭരണത്തിലിരുന്ന മഴുവന്നൂരും കുന്നത്തുനാടും കൈവിട്ടു. ഐക്യരനാടും കിഴക്കമ്പലവും നിലനിർത്തി. V4 പട്ടാമ്പിയുടെ കരുത്തിൽ പട്ടാമ്പി നഗരസഭ പിടിച്ച് UDF. അഹന്തയ്ക്കും അഹങ്കാരത്തിനും ദുർഭരണത്തിനും എതിരായിട്ടുള്ള കനത്ത വിധിയാണ് കേരള ജനത നൽകിയിരിക്കുന്നത്. UDF തരംഗം കേരളത്തിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ജനവിധി സർക്കാരിന്റെ അഹന്തക്കേറ്റ തിരിച്ചടിയെന്ന് KC വേണുഗോപാൽ. ദുർഭരണത്തിന് ജനങ്ങൾ മറുപടി നൽകിയെന്ന് രമേശ് ചെന്നിത്തല. സൂക്ഷ്മമായി പരിശോധിച്ച് തിരുത്തൽ വരുത്തുമെന്ന് LDF കൺവീനർ.
നടി ആക്രമിച്ച കേസിലെ 1711 പേജുള്ള വിധിന്യായം പുറത്ത്. ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ലെന്ന വിധിന്യായത്തിൽ ജഡ്ജിക്കെതിരെയുള്ള ആരോപണങ്ങൾ അവഗണിക്കുന്നുവെന്ന് പരാമർശം. ആകാശം ഇടിഞ്ഞു വീണാലും നീതി നടപ്പാക്കണമെന്ന തത്വത്തിൽ വിശ്വസിക്കുന്നുവെന്ന് വിധിയിൽ. തൃശൂർ പറപ്പൂക്കരയിൽ യുവാവിനെ കുത്തിക്കൊന്നു. മരിച്ചത് പാണ്ഡിയത്ത് വീട്ടിൽ അഖിൽ. പ്രതി രോഹിത് രക്ഷപ്പെട്ടു. കൊലപാതകത്തിൽ കലാശിച്ചത് പ്രതിയുടെ സഹോദരിയോട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട തർക്കം. കട്ടപ്പന പെരിയൻകവലിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് കോവിൽമല സ്വദേശി ജിൻസൺ ദാസ്. 3 പേർക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാനുള്ള ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭ. പൂജ്യബാപു ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി യോജന എന്ന പുതിയ പേര്. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ആക്കും. മിനിമം വേതനം 240 രൂപയായി ഉയർത്തി. തെരഞ്ഞെടുപ്പ് പാടിവാതിൽക്കൽ നിൽക്കെ പശ്ചിമ ബംഗാൾ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ മാസം 20-ന് നാദിയ ജില്ലയിൽ പൊതുറാലി. മാധവ സമുദായ വോട്ടുറപ്പിക്കുക ലക്ഷ്യം. മോദി ബംഗാളിലെത്തുന്നത് 5 മാസത്തിനിടെ 3-ാം തവണ. ലെ സെൻസസ് നടപടികൾക്കായി തുക അനുവദിച്ചു കേന്ദ്രം. 11,718 കോടി രൂപ വകയിരുത്തിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. സെൻസസ് പൂർത്തിയാക്കുക 2026-നും 27-നും ഇടയിൽ 2 ഘട്ടങ്ങളിലായി. നൊബേൽ പുരസ്കാര ജേതാവ് നർഗീസ് മുഹമ്മദി ഇറാനിൽ അറസ്റ്റിൽ. ഇറാനിയൻ സെക്യൂരിറ്റി ഫോഴ്സ് കസ്റ്റഡിയിലെടുത്തത് അനുസ്മരണ ചടങ്ങിനിടെ. അറസ്റ്റിൽ ആശങ്കയെന്ന് നൊബേൽ കമ്മിറ്റി. എക്സ് ഉടമ ഇലോൺ മസ്കിനോട് അഭ്യർത്ഥനയുമായി പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മുൻ ഭാര്യ ജമീമ ഗോൾഡ് സ്മിത്ത്. ഇമ്രാന്റെ കേസിലെ നിയമ നടപടികളെക്കുറിച്ചുള്ള തന്റെ പോസ്റ്റുകൾ എക്സിൽ അടിച്ചമർത്തപ്പെടുന്നുവെന്ന ആരോപണം. വിവരങ്ങൾ ലോകത്തെ അറിയിക്കാനുള്ള ഏക മാർഗം എക്സ് എന്നും ജമീമ. ഗാസയിൽ കനത്ത നാശം വിതച്ച ബൈറൻ കൊടുങ്കാറ്റ്. കുട്ടികളടക്കം 14 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. വീടുകളും കെട്ടിടങ്ങളും നിലം പൊത്തി. അടിയന്തര സഹായം എത്തിക്കാൻ ഇസ്രയേൽ അനുവദിക്കണമെന്ന മനുഷ്യാവകാശ സംഘടനകൾ. പ്രസിഡന്റിനെതിരായ പ്രതിഷേധത്തിൽ പ്രതിപക്ഷ നേതാവിന് തടവ് ശിക്ഷ വിധിച്ച ടുണീഷ്യൻ കോടതി. അബിർ മൗസിയെ അറസ്റ്റ് ചെയ്തത് ആസൂത്രിത ആക്രമണ ശ്രമം കുറ്റം ചുമത്തി. ഏകാധിപത്യ ഭരണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഫ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടി. വിസ്മയക്കാഴ്ചയായി രാജസ്ഥാൻ സംഫാർ തടാകത്തിൽ പറന്നിറങ്ങുന്ന രാജസിംഹങ്ങളുടെ ദൃശ്യം. പക്ഷികൾ കൂട്ടമായി എത്തിയത് വാർഷിക പലായനത്തിന്റെ ഭാഗമായി. സംഫാർ തടാകത്തിലേക്ക് കൂട്ടമായി എത്തുന്നത് ആൽഗകളെ ഭക്ഷിക്കാൻ. Germany once again, if I'm not so mistaken. Once again, it was just a couple of months after that World Cup. ഫുട്ബോളിന്റെ മെസ്സിഹ ലിയോണൽ മെസ്സിയെ വരവേറ്റ് കൊൽക്കത്ത. ബ്യൂണസ് ഐറസിനെ അനുസ്മരിപ്പിച്ച നീലവിരിച്ച സാൾട്ട് ലേക്ക് സ്റ്റേഡിയം. മെസ്സി 10 മിനിറ്റിൽ സന്ദർശനം അവസാനിപ്പിച്ചതോടെ മൈതാനം കയ്യേറി കാണികൾ. വൈകിട്ട് ഹൈദരാബാദിൽ സ്വീകരണം. ലിവർപൂളിൽ സൂപ്പർ താരം മുഹമ്മദ് സലായും പരിശീലകനും തമ്മിലുള്ള പ്രശ്നം അവസാനിക്കുന്നു. ഈജിപ്ഷ്യൻ താരത്തെ ബ്രൈറ്റനെതിരായി ലിവർപൂൾ ടീമിൽ ഉൾപ്പെടുത്തി. പരസ്പരം സംസാരിച്ച സലായും പരിശീലകൻ ആർനെ സ്ലോട്ടും. ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായത് സലായുടെ പരാമർശങ്ങൾക്ക് പിന്നാലെ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വമ്പൻ ടീമുകൾ ഇന്നു കളത്തിൽ. ആഴ്സണൽ, ചെൽസി, ലിവർപൂൾ ടീമുകൾക്ക് ഇന്ന് മത്സരം. ലാ ലിഗയിൽ ജൈത്രയാത്ര തുടരാൻ ബാഴ്സലോണ.